ഓക്കെ, സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഞാൻ ഫസ്റ്റ് ഇവിടെ വരച്ചിരിക്കുന്നത് ഡ്രംസാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ബേസ് കഴിഞ്ഞു, നോർമൽ ഹ്യൂമൻ എങ്ങനെ സ്റ്റഡിയായി നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞു. ആൻഡ് നൗ വി ഗോണ സ്റ്റാർട്ട് വിത്ത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പാർട്ട്, അതെങ്ങനെ അവർ പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ജസ്റ്റ് ഡ്രോ ഇറ്റ്. നേരത്തെ റെക്കോർഡിങ്ങിന് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഐ എം ജസ്റ്റ് റീഡൂയിങ് ഇറ്റ് വൺസ് അഗൈൻ. നമ്മളിവിടെ ഫസ്റ്റ് ഒരു ഓവൽ വരച്ചു, ഒരു ഓവൽ വരയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ താഴെ ഒരു ബാസ്ക്കറ്റ് പോലെ താഴെ ഒരു ഭാഗം വരച്ചു. ഓക്കെ, നിങ്ങൾക്ക് വരയ്ക്കാൻ കോൺഫിഡൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പെൻസിൽ കൊണ്ട് വരച്ച് ഇതുപോലെ എക്സാക്ട് ഷേപ്പ് കിട്ടിയതിന് ശേഷം യു ഡ്രോ വിത്ത് പെൻ. അതിൻ്റെ മുകളിൽ കൂടെ പെന്നുകൊണ്ട് വരച്ചാൽ മതി. ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ അത്ര പെർഫെക്ഷൻ വന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ ഐ എം കണ്ടിന്യൂയിങ് വിത്ത് ഇറ്റ്. ബേസ് കൊടുത്തിട്ട് ഇനി അതിൽ നമുക്ക് ഡിസൈൻ വരയ്ക്കാം. ജസ്റ്റ് ലൈൻസോ, അപ്പോൾ ഞാൻ ലൈൻസും ഇതുപോലെ ഡോട്ട്സും കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഡ്രം ആണെന്ന് അറിയാൻ നമ്മളിതിൻ്റെ ഉള്ളിലും കൂടെ ഒരു ഓവൽ കൊടുക്കുകയാണ്. നമുക്കാണ് കളർ ഇറ്റ്, ഫിൽ ഇറ്റ്. ഈ ഒരു ഭാഗം ഫിൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഡ്രംസായി. ഇനി ഇത് ഡ്രംസ് പ്ലേ ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുന്ന് ട്രയാങ്കിൾ, ഹാഫ് ട്രയാങ്കിളേ വരയ്ക്കുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഡ്രംസ് പ്ലേ ചെയ്യുമ്പോൾ ഒരു ഹ്യൂമൻ്റെ പകുതിയല്ലേ കാണുള്ളൂ, ബാക്കി അതിൻ്റെ ബാക്കിലായിരിക്കില്ലേ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരിക, ഒരു ട്രയാങ്കിൾ വരച്ചു, ഹാഫ് ട്രയാങ്കിൾ വരച്ചു. ഇനി ഇതിൻ്റെ ഒരു കൈ ഡ്രംസിൽ ഇത് ഇത്തിരി ഇവിടേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് പ്ലേ ചെയ്യുന്നത് അങ്ങനെ ഇതായിട്ട് വന്നോളൂ. ഇവിടെ ഒന്ന് ഇത്തിരി ഫ്ലാറ്റ് ആക്കി കൊടുക്കുക, ഈ ഒരു പോർഷൻ. ഇനി നമുക്ക് ഹെഡ് വരയ്ക്കാം. ഇതൊരു മെയിൽ ഡ്രംസ് വായിക്കുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഇനിയുള്ള കൈ നമ്മൾ ഡ്രംസ് അടിക്കാൻ യൂസ് ചെയ്യുന്ന സ്റ്റിക്കില്ലേ, ആ സ്റ്റിക്കിലേക്ക് കണക്റ്റഡ് ആയിട്ടാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വരച്ചു. ഇനി അത് ഞാനിങ്ങനെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രംസ് വായിക്കുന്ന ഒരു ട്രൈബൽ പേഴ്സൺ. ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഇന്നർ ഭാഗം ആസ് യൂഷ്വൽ ഫിൽ ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെയാണ് ഡ്രംസ് വായിക്കുന്ന ഒരാളിനെ നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ സിമ്പിളായിട്ടുള്ളത്? ഇനി നമ്മൾ അടുത്ത ഇൻസ്ട്രുമെൻ്റാണ് വരയ്ക്കാൻ പോകുന്നത്. അടുത്ത ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്, ഞാൻ ആ ഇൻസ്ട്രുമെൻ്റ് ഫസ്റ്റ് ഇപ്പോൾ ഇതുപോലെ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു എസ് പോലെ ഒരിത് കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഈ ഒരു ടിപ്പിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ചെറുതെന്ന് വലുതാക്കി ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഓപ്പണിങ് കൊടുക്കുക. നമ്മൾ ലീഫിൻ്റെ മോട്ടിഫ് പഠിച്ചില്ലേ, അതുപോലെ ഓപ്പണിങ് കൊടുക്കുക. ഇനി നമുക്കിവിടെ ഇതിന്ന് ഇങ്ങനെ ഡിസൈനോ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പല പ്രിൻ്റുകൾ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഐ എം ജസ്റ്റ് ഡ്രോയിങ് ഡോട്ട്സ്. ഇങ്ങനെ വരയ്ക്കും. ഇത്തിരി ഗ്യാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഇത്തിരി നല്ല ലുക്ക് കിട്ടും. അത് ഒരു പ്രിറ്റിനെസ്, അത്രേ ഉള്ളൂ. ഇതാണ് അടുത്ത ഇൻസ്ട്രുമെൻ്റ് നമുക്ക് വരുന്നത്. ഇനി ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ വായിക്കാൻ പോകുന്നത് ഒരാൾ അത് പ്ലേ ചെയ്യുന്നതായിട്ടല്ലേ. അപ്പോൾ ഒരു നേരെ നിന്ന് പ്ലേ ചെയ്യില്ലല്ലോ, അവരൊരു ഇത്തിരി സ്ലാൻഡിങ്ങിലല്ലേ പ്ലേ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഇത്തിരി സ്ലാൻഡിങ് ആയി. ഇനി ആ ഒരു ട്രയാങ്കിൾ പാർട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഇനി ലോവർ ബോഡി, അയാൾ ഒത്തിരി ചെരിഞ്ഞ് നിന്നിട്ടാണ് വായിക്കുക. അപ്പോൾ ലോവർ ബോഡി നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കും, താഴത്തെ ബോഡി മാത്രമാണ് നമ്മൾ ഇതായിട്ട് വരയ്ക്കുന്നത്. ഇനി അയാൾ ഇത്തിരി ഒരു ഡാൻസൊക്കെ ചെയ്തിട്ട് പ്ലേ ചെയ്യാണ്. ഇത് പ്ലേ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ, ഈ ബീഗിൾ പോലത്തെ സാധനമൊക്കെ. അപ്പോൾ അതിന് ഇങ്ങനെ അവരിത്തിരി ഒരു ഡാൻസിങ് മോഡാണെന്നുള്ളത് കാണിക്കുകയാണ്. നമ്മൾ ഇത് സ്ട്രെയിറ്റ് വെച്ചിട്ട് കാല് പൊക്കുന്ന പോലെ വരച്ചു. ഇനി ഈ ഒരു കാല് സ്ട്രെയിറ്റ് വയ്ക്കുന്ന പോലെ. എന്നിട്ട് നമ്മൾ നെക്ക് ചെറുത് വരച്ചു. ആൻഡ് വി ആർ ഡ്രോയിങ് ദി ഫേസ്. ഇനി
ഈ ഫേസിൽ നിന്ന് വേണം ഈ സാധനം തുടങ്ങാൻ. അപ്പോഴല്ലേ നമ്മളത് വായിക്കേണ്ടത് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളിങ്ങനെ എസ് പോലത്തത് വരച്ചു. ഇനി ഇവിടെ നിന്ന് നമ്മൾ വലുതാക്കി 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 ഇങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് ഇനി ഇത് പിടിക്കണമല്ലോ. അപ്പോൾ 2 കൈയും വെച്ചിട്ടല്ലേ പിടിക്കുക, ഇത്രയും വലിയ ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ ഇങ്ങനെ വെച്ചു. ഇനി അതിൻ്റെ താഴെ തന്നെ നമ്മൾ അടുത്ത കൈ കൂടെ കൊടുത്തു. ഒരു സൈഡ് പോസാണ് ഇത് നമ്മൾ കാണിക്കുന്നത്. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഫുള്ളി ഫില്ല് ചെയ്ത് കൊടുക്കില്ല. നമ്മളപ്പോൾ ഫേസ് മാത്രമേ ഫില്ല് ചെയ്ത് കൊടുക്കുള്ളൂ. അതെപ്പോഴും പ്രിൻ്റഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. Now we will again draw few other musical instruments. അത് ഞാൻ ഡയറക്റ്റ്ലി പൊസിഷനോട് കൂടിയിട്ടാണ്, അതായത് വിത്ത് ദ പേഴ്സൺ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഐ ആം ജസ്റ്റ് ഡ്രോയിങ് എ ലൈൻ. എന്നിട്ട് അതിനിത്തിരി സ്ലാൻഡ് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, ഇങ്ങനെ കൊണ്ട് ഇതിനെ വീണ്ടും ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു. അത് ഒരു കർവ്ഡ് ടൈപ്പ് ഓഫ് ബോഡിയാണ് വരയ്ക്കുന്നത്. ഇവിടെ നിന്ന് ലെഗ്സ് വരച്ചു. ഇത്തിരി ഇങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്. ഇനി ഐ ഹാവ് ദ നെക്ക്, ഐ എം ഡ്രോയിങ് ദി ഹെഡ്, ആൻഡ് ഫോർ ഇൻസ്റ്റൻസ് for a change I am drawing it as a woman. ഓക്കെ, ഇനി നമ്മൾ ഹാൻഡ് വരയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ ചെണ്ട പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് വരയ്ക്കുന്നത്. സോ ഞാൻ ഇവിടെ അതിൻ്റെ ഒരു സർക്കിൾ വരച്ചു. ഇനി ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ, ദിസ് ഇസ് ദി ഇൻസ്ട്രുമെൻറ്റ്. ഓൾവേസ് റിമെമ്പർ ദീസ് ആർ ദി ഓൾഡൻ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് വി ഹാവ്. അപ്പോൾ അതിൻ്റെ ഷേപ്സ് ഒക്കെ കുറച്ച് പോട്ട്സ് ഒക്കെ പോലത്തെ ആയിരിക്കും. ഐ എം ജസ്റ്റ് ഡ്രോയിങ് സം പ്രിൻ്റ് ഓൺ ഇറ്റ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ അത് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് അറിയാനുള്ളൊരിത്. ഇനി ഈ ഇൻസ്ട്രുമെൻ്റ് കയ്യിലല്ല, നമ്മൾ കഴുത്തിലാണ് തൂക്കിയിടുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ എൻഡിൽ നിന്ന് ഇതിലേക്ക് ഒരു ലൈൻ കൊണ്ടുവരും. ഇനി ഇപ്പുറത്തെ ലൈന് നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഓക്കെ, ഇനി ഹാൻഡാണ് വരയ്ക്കാനുള്ളത്. ഹാൻഡ് വരച്ചു. ഹാൻഡിൽ ഇതിൻ്റെ ഒരു സ്റ്റിക്കുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഹാൻഡ് ഇതിലേക്ക് ബീറ്റ് ചെയ്യുന്ന പോലെയാണ്. അത് ഇങ്ങനെ. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. ഇതിൻ്റെ മുകളിലൂടെ ഇതറിയാൻ വേണ്ടി ഞാൻ വേറൊരു കളർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ബിക്കോസ് എന്നാലേ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ലൈൻ വരച്ചിട്ടുള്ളത് കാണാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ ബോഡിക്ക് വേറെ കളറാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ആ ഒരു ലൈൻ പോയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, വരലി നമ്മൾ ബ്ലാക്ക് മാത്രമല്ലാതെ വേറെ കളർ കൊടുക്കുമ്പോഴും ഇറ്റ് ലുക്സ് നൈസ്. പക്ഷേ മേക്ക് ഷുവർ ഹെഡിന് എപ്പോഴും ബ്ലാക്ക് കൊടുക്കണം കേട്ടോ. ഈ ഒരു പോർഷൻ നമുക്ക് ബോഡി പല കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ബോഡിക്ക് നമുക്ക് ഡ്രസ്സായിട്ടോ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് പല കളേഴ്സ് കൊടുക്കാം. പക്ഷേ ഓൾവേസ് ഹെഡ് ആൻഡ് ഹെയർ യൂസ് ബ്ലാക്ക് കളേഴ്സ്. കണ്ടോ, വേറൊരു ലുക്ക് വന്നില്ലേ, നല്ലൊരു അട്രാക്റ്റീവ് യെറ്റ് വെരി ഐ ക്യാച്ചിങ് ലുക്ക്. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു വേർഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഡ്രോയിങ് ഇറ്റ് ഇൻ അതർ വേറൊരു ഡയറക്ഷനിലേക്ക് വരയ്ക്കുന്നതെന്നുള്ളൂ ടു പ്രാക്ടീസ്. ഇങ്ങനെ വരച്ചു. ഇനി കഴുത്തിലൂടെ കംപ്ലീറ്റ്ലി ഇട്ടിരിക്കുന്ന വേറൊരു ഫിഗറാണ് ഞാൻ വരയ്ക്കാൻ. പുള്ളിക്ക് ഞാൻ വലിയ ആക്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല.
ഞാൻ ഇടാൻ പോകുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു. അതിൻ്റെ ഉള്ളിലൊരു ഇങ്ങനെ, ഇതാണ് അടുത്ത ഇൻസ്ട്രുമെൻ്റ്. ഇങ്ങനെ ഇനി ഇതിന് നമുക്ക് എളുപ്പത്തിൽ കൊടുക്കാവുന്ന പ്രിൻ്റ്, ജസ്റ്റ് ഡ്രോയിങ് ലൈക്ക് ദിസ്. നമ്മുടെ ചെക്ക് ബോക്സ് നമ്മൾ നേരത്തെ പ്രിൻ്റ് പഠിച്ചപ്പോൾ പഠിച്ചില്ലേ, ചെക്ക് ബോക്സ്. ആൻഡ് ഞാനതിൻ്റെ ഈ ഭാഗം എപ്പോഴും ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് അറിയാൻ ഇതിൻ്റെ ഈ സെൻറ്റർ, എസ്പെഷ്യലി ഇങ്ങനത്തെ ചെണ്ട പോലത്തെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ യുവർ ആഡ്. ഇനി ഇതിൻ്റെ ഇവിടെ നിന്ന് ഒരെണ്ണം കൊടുത്തു, ഇവിടെ നിന്ന് അടുത്തത് വരണം. കണ്ടോ, വേറൊരിതായില്ലേ. ഇനി നമുക്ക് ഹാൻഡ് ഇങ്ങനെ വരാം. ഓക്കെ, അപ്പം ഞാൻ ലൈക്ക് ഐ സെഡ് ഫോർ ഇൻ ചേഞ്ച് ലെറ്റ്സ് ഗിവ് അനദർ കളർ. ബോഡിക്ക് നമ്മൾ പച്ച കളർ കൊടുക്കും. ഹലോ, സോ നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാണ്. നമ്മൾ 2 മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്തു. നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അടുത്തതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിങ്ങനെ ഒരു സ്ക്വയർ പോലെ ഒരു റെക്റ്റാങ്കിൾ ഒന്ന് ഇത്തിരി കേർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അതിൻ്റെ എൻഡ് ഭാഗം. എന്നിട്ട് ഇവിടെ നമ്മൾ മുകളിൽ ഈ അപ്പർ പാർട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഈ ലോവർ പാർട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പാർട്ടിൽ നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. നൗ ഹൗ ആർ വി ഡ്രോയിങ് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മൾ ഇതിന് ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് വരച്ചു. ഡ്രോയിങ് ഇട്ടൊക്കെ വരച്ചു. ജസ്റ്റ് drawing the lines in the center. നമ്മളതിൻ്റെ ഡിസൈൻ വരച്ചു. ഇനി നമുക്കത് എങ്ങനെയാണ് ഹ്യൂമൻ പാർട്ടായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. അഗൈൻ ഇവിടെ നമ്മൾ ഹാഫ് സർക്കിളായിട്ട് വരച്ചു. ആൻഡ് വി ജസ്റ്റ് ഓൺ ദി അപ്പർ ബോഡി, നെക്ക്, പിന്നെ അതിൻ്റെ ഹെഡ് വരച്ചു. ഇനി ഹാൻഡ് നമ്മൾ കൊടുക്കുന്നത് ഇതിനെ പിടിക്കുന്ന പോലെ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇവിടെ നിന്ന് ഫുൾ ലോവർ ബോഡി വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഡ്രോയിങ് എ ലിറ്റിൽ ബിറ്റ് പാർട്ട്. എന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഓക്വേർഡായിട്ട് തോന്നും, പക്ഷേ ലെറ്റ്സ് ഫിൽ ഇറ്റ് ഔട്ട് ആൻഡ് സീ ഹൗ ഇറ്റ് ലുക്സ്. അതായത് ബേസിക്കലി ഈ ഒരു ഹ്യൂമൻ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് പിടിച്ചിട്ട് പ്ലേ ചെയ്യുന്നു, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരിത്തിരി നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് അതിൻ്റെ സൈസ് കുറയ്ക്കാം, കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിൽ ഇത്ര പെർട്ടിക്കുലർ ഇതിൽ തന്നെ വരയ്ക്കണം അങ്ങനെയൊന്നും ഇല്ല. ഇതിൻ്റെ ഉള്ളിലെ സ്ട്രിങ്സ് ആയാലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് യു ക്യാൻ ഡ്രോ. കണ്ടോ, ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു another one. അതിൻ്റെ ഡിസൈൻ വരുന്നത്, ഫസ്റ്റ് നമുക്ക് ഡിസൈൻ വരച്ചിട്ട് വിത്ത് ഹ്യൂമൻ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുക.
ഇങ്ങനെ വരച്ചതിന് ശേഷം, അതായത് ഒരു ലീഫ് പോലെ വരച്ചിട്ട് അവിടെ നിന്ന് അതിനെ ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെ ഇനി ഇവിടെ നിന്ന് നമ്മൾ സെൻറ്റർ പോർഷന് ഇങ്ങനെ നല്ലൊരു പ്രിൻ്റ് അതിൽ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തു. ഇവിടെ ഇതിന് ഒരു സർക്കിൾസ് ഇങ്ങനൊരു ഉപകരണം. സോ ഐം ജസ്റ്റ് ഗോണ ഡ്രോ ഇറ്റ് ഹിയർ ഇറ്റ്സെൽഫ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് ഡ്രോയിങ് ദി ബോഡി. അതായത് ഇവർ വാദ്യോപകരണം ചെയ്യുമ്പോൾ ഒരിക്കലും റിമെമ്പർ, ഒരാൾ സ്ട്രെയിറ്റ് നിന്നിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യില്ല. അവരും ഇളകുന്നുണ്ടാവും. ദിൽ ബി കീപ്പിംഗ് ഓൺ മൂവിങ്. അപ്പോൾ ആ മൂവിങ് ആക്ഷനാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. സോ ഇതിത്തിരി ഇൻവേർട്ടഡായി വരച്ചു, വിച്ച് ഇസ് ഒരു കേർവ്ഡ് ആയിട്ടുള്ളൊരു ട്രയാങ്കിൾ വരച്ചു. അതിന് ശേഷം നമ്മളിതിനെ വീണ്ടും ഇങ്ങനെ കേർവ് ചെയ്ത് കൊണ്ടുവന്നു. ഇതിനെ നെക്സ്റ്റ് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടാനുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു. ഇനി ലെറ്റ്സ് ഡ്രോ ദി ലെഗ്സ്. അതിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്നുള്ള രീതിയിൽ. ഇനി ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ഇത്രയും മെയിൽ ഫിഗേഴ്സ് അല്ലേ വരച്ചത്, ലെറ്റ്സ് ഡ്രോ ഫീമെയിൽ ഫിഗർ. ഫീമെയിൽ നമ്മളെപ്പോഴും ഇവിടെയും കൂടെ ഒരു സർക്കിൾ കൊടുക്കുന്ന ആക്ഷനാണ് വരച്ചത്. പകരം ഇങ്ങനൊരു ആക്ഷനും കൂടെ, ഇങ്ങനെയുള്ളൊരു ഹെയർ സ്റ്റൈലും കൂടെ യു ക്യാൻ യൂസ്. ഇനിയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സാധനം വരയ്ക്കാൻ പോകുന്നത്. ഇതിങ്ങനെ വരച്ചു. നമ്മൾ ആ ഉപകരണവും വരച്ചു കൊടുത്തു. ഇനി എന്താ നമുക്ക് വരയ്ക്കാനുള്ളത്? അതിൻ്റെ ഹാൻഡാണ്, അതെങ്ങനെയാണ് പിടിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഹാൻഡ് നമ്മൾ ഒന്ന് ബാക്കിൽ നിന്ന് വരുന്നത്, ദി അതർ ഹാൻഡ് അതിങ്ങനെ കൊടുത്തു. അതിൻ്റെ കൂടെ ഫ്രണ്ടിലുള്ള ഹാൻഡും ഇങ്ങനെ കൊടുത്തു, പിടിച്ചിട്ട് ചെയ്യണം. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ആൻഡ് ഐ എം ടെലിങ് യു വൺസ് അഗൈൻ, നിങ്ങൾ പെന്നിൽ ഡയറക്റ്റ്ലി ഇത് വരയ്ക്കാൻ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് യൂസിങ് എ പെൻസിൽ. പെൻസിൽ കൊണ്ട് വരച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇത് വരച്ച് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ പെന്ന് കൊണ്ടോ സ്കെച്ച് കൊണ്ടോ ഓരോന്ന് ഓവർലൈൻ ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും അൺടിൽ കോൺഫിഡൻ്റ് ആവാതെ പെന്നുകൊണ്ട് വരയ്ക്കരുത്. സ്റ്റാർട്ട് യൂസിങ് പെൻസിൽസ്. പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കളേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. വൺസ് യു ആർ യൂസ് ടു ബ്ലാക്ക്, വേറെ കളേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ആ ബ്ലാക്ക് ഒന്ന് യൂസ്ഡായി വന്നതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഇന്ന് 2 ഡിസൈനും കൂടെ പഠിച്ചു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇനി 2 പേര് ചേർന്ന് വലിയൊരു ഡ്രമ്മ് പ്ലേ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ 2 പേരാണ് പ്ലേ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഒരു ചെറുതായിരിക്കില്ല, വലിയൊരു ഡ്രം ആയിരിക്കും. ജസ്റ്റ് ഡ്രോ ഹ്യൂജ് റൗണ്ട്, ഒരു ഓവൽ ഷേപ്പ് വരച്ചു. അതിൻ്റെ സെൻറ്ററിലൊരു ഇത് വരച്ചു. ഇനി ഞാനിതിൽ പ്രിൻ്റ് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ പഠിച്ച മോട്ടീവ്സിൻ്റെ ഒരു പ്രിൻ്റ് കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് കൊടുത്തു. ഇനി ഇപ്പുറത്തും 2 പേരാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് 1 person.
അതായത് അവർ ബീറ്റ് ചെയ്യാനുള്ള ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ വരുന്നത് ഒരു ഫെസ്റ്റീവ് ടൈമിൻ്റെ റെപ്രസെൻറ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ അതുപോലെ വേണം നമ്മൾ വരയ്ക്കാനും. കുറച്ച് ആക്റ്റീവായിട്ട് വേണമെങ്കിൽ ഡ്രസ്സിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ വർക്ക്സ് ഒക്കെ കൊടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ കൊടുക്കുന്നത്. ഇനി ദിസ് സൈഡിലും നമ്മളിങ്ങനെ ഒരാളിനെ വരയ്ക്കുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ആക്കുന്നു. Now we're going to color it. Body, I'm giving it in a shade of orange. ജനറലി ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ബോഡിക്ക് കളർ കൊടുക്കില്ല. എയ്തർ വൈറ്റ് ആയിരിക്കും, പ്ലെയിൻ വൈറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. കാരണം വേറെ കളർ കൊടുത്തു കഴിഞ്ഞാൽ അത് വിസിബിൾ ആയിരിക്കില്ല. ഇറ്റ് വിൽ ലുക്ക് ഓക്വേർഡ്. അപ്പോൾ വെനെവർ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ബോഡിക്ക് കളർ കൊടുക്കുക. ഇപ്പം നമ്മൾ ഫെസ്റ്റിവും അവരുടെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഡ്രസ്സിൽ ഒക്കെ പ്രിൻറ്റ്സ് കംപ്ലീറ്റ്ലി പ്രിൻ്റ് കൊടുക്കാൻ പാടില്ല. ഇറ്റ് വിൽ ലുക്ക് വെരി ബാഡ്. പക്ഷേ ഇതുപോലത്തെ ലൈറ്റർ പ്രിൻറ്റ്സൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു 2 പേര് ചേർന്ന് ഒരു ഡ്രം പ്ലേ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഡ്രം റെപ്രസെൻറ്റേഷനാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് നമ്മൾ നോർമൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ വരയ്ക്കും. നമ്മളിങ്ങനെ വരച്ച് ലെഗ്സ് എല്ലാം വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈന് 2 എണ്ണം 2 സൈഡിൽ നിന്നും ഇങ്ങനെ കൊടുക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ എൻഡ് നമ്മൾ നമ്മുടെ തബലയോ വോട്ടെവർ, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് പറയാനറിയില്ല. സോ ഐ എം ജസ്റ്റ് ഗിവിങ് ഇറ്റ് ഇങ്ങനെ 2 സൈഡിലും നമുക്ക് കൊട്ടാൻ പറ്റുന്നതിന്. എന്നിട്ട് നമ്മൾ സ്ലൈറ്റായിട്ട്, ഭയങ്കര ഡാർക്കറല്ല, ലൈറ്റായിട്ടുള്ള ലൈൻസ് വരച്ചു പെന്ന് വെച്ചിട്ട്. ഇതിൻ്റെ കൈ പോകുമ്പോൾ ഒരു കൈ ഇവിടേക്ക് ഇങ്ങനെ പോകണം, അടുത്ത കൈ ഇവിടേക്ക് വരും. ഓക്കെ, കളർ വേറെ കൊടുക്കാം. വി ആർ ഗിവിങ് എ റെഡ് ഹിയർ. ഓക്കെ, ഇനി ഫൈനൽ ടച്ച്. So this is another one. ഇനി നെക്സ്റ്റ് ചില്ല് എന്നാണ് അതിന് പറയുക. എനിക്കത് എങ്ങനെയാണ് ഓരോ ലാംഗ്വേജിൽ, കൊളോക്കിയൽ ലാംഗ്വേജ്, ഞങ്ങളുടെ അവിടെ ചില്ല് എന്നാണ് ഈ സാധനത്തിന് പറയുക. 2 സാധനം വെച്ചിട്ട് ഇങ്ങനെ അത് രണ്ടും കൂടെ അടിക്കുമ്പോൾ ഒരു സൗണ്ട് വരില്ലേ,
പൂരത്തിനൊക്കെ ഇത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നെക്സ്റ്റ് ചെയ്യാൻ പോണത്. എഗൈൻ നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കുന്ന ഒരാളെ വരച്ചു. ഹി ഈസ് സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ്. നെക്ക് വരച്ചു, ഹെഡ് വരച്ചു. ഇനി ഇങ്ങനെ വെച്ചിട്ട് അവരുടെ കൈ രണ്ടും മുകളിലേക്കാണ്. ഓക്കെ, ഇനി അവിടെ നിന്ന് ഒരു ട്രയാങ്കിൾ, എന്നാൽ ട്രയാങ്കിൾ എക്സാക്ട്ലി ട്രയാങ്കിൾ അല്ല, ഒരു ഇത്തിരി കേർവ്ഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ. അതിലിപ്പോൾ ഒരു പ്രിൻ്റൊക്കെ കൊടുക്കാം. ഇങ്ങനെ ഇത്രയും ഭാഗം ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഷാർപ്പ് എൻഡഡ് ട്രയാങ്കിൾ അല്ല, കുറച്ച് കേർവ്ഡ് എൻഡഡ് ട്രയാങ്കിൾ. അതിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി ഇത് രണ്ടും തമ്മിൽ ഇവിടെ ഒരു ഇത്തിരി അതിൻ്റെ ഒരു ഇത് കൂടെ കൊടുക്കാം. ഇത് രണ്ടും കൂടെ അവരടിക്കുമ്പോൾ ഒച്ച വരുന്ന ഒരു സാധനം. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് വരുന്നത്. ഇനി വൺ മോർ അതർ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ഇന്ന് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. വരച്ചു. ഇനി ഇതിൻ്റെ കൈ പോകുന്നത് ഇതാണ് ഇൻസ്ട്രുമെൻ്റ്. ഇങ്ങനെ വരും, എന്നിട്ട് ഇവിടെ നമ്മുടെ കുഴൽ പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രിൻ്റൊക്കെ കൊടുക്കാം. ഇതിൻ്റെ കൈ ഇങ്ങനെ വന്നിട്ട് ഇവിടത്തേക്ക് വരും. ആൻഡ് അഗൈൻ ഇവിടുത്തെ കൈ വന്ന് ഇങ്ങനെ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഹാൻഡ് പോസ്റ്റേഴ്സ് വരുന്നത്. Fill it. One more. ഇനി another one is, ഇത് വർലിയിൽ ഞാൻ കണ്ടിരിക്കുന്ന കൂടുതൽ ഇങ്ങനത്തെ ഉപകരണം ശരിക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് ഡു ദ ബോഡി. എന്നിട്ട് അതിൻ്റെ ലെഗ് വരച്ചു. ആൻഡ് നമ്മൾ നെക്ക് വരച്ചു. ആൻഡ് വി ഗിവിങ് ഇറ്റ് എ ഹെഡ്. ഇങ്ങനെ ദിസ് ഇസ് ഹൗ ദറ്റ് ഇൻസ്ട്രുമെൻറ്റ് കംസ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇതിൻ്റെ ഇങ്ങനെ ലൈൻസ് കൊടുക്കുക. ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ ഒരു പാർട്ടാണ് നമ്മൾ കളർ ചെയ്ത് വയ്ക്കുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ഇടയിൽ വരുന്ന റീജിയൻ. ഇവിടെയൊക്കെ നമ്മൾ ഡോട്ട്സും ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഇൻസ്ട്രുമെൻ്റ് വരുന്നത്. ഇനി ഇതും നമ്മുടെ ചെണ്ടയൊക്കെ പോലെ ഒരു കോല് കൊണ്ടാണ് പ്ലേ ചെയ്യുന്നത്. സോ അങ്ങനെ വി ഹാവ് വൺ മോർ ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന, ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെ പിക്ചേഴ്സും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ നമ്മൾ ഇന്നോവേറ്റീവായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം.
നിങ്ങൾക്ക് അറിയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ വീണയൊക്കെ വളരെ ചുരുക്കം ആൾക്കാർ പ്ലേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ യു ക്യാൻ ട്രൈ ഡൂയിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇത്രയും ചെയ്യുന്നത്. യൂഷ്വലി ഉള്ള കോമൺ ആയിട്ടുള്ളതാണ് ഇതെല്ലാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരെണ്ണം ചെയ്യണം. ദാറ്റ് ഈസ് ദി അസൈൻമെൻറ്റ്. നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ വർലിയുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ വർലിയുടെ റെപ്രസെൻറ്റേഷനിലൊക്കെ ആക്കിയിട്ട് യു നീഡ് ടു ഡ്രോ. ഐ എം ടെല്ലിങ് യു, ഇറ്റ് ഈസ് ഓൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിനെ വർലിയുടെ ഷേപ്പിലേക്ക് വരയ്ക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ.